നമ്മുടെ കുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കേണ്ടത് നിയമ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്ക് ശക്തമായ ശിക്ഷ നൽകിയാൽ കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെയും തടയാൻ കഴിയും. പോക്സോ കേസുകളിൽ പ്രതികളോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഇടുക്കിയിലെയും മൂവാറ്റുപുഴയിലെയും 2 കേസുകളിൽ കോടതി വിധിച്ചത് മാതൃകാപരമായ ശിക്ഷയാണ്. മൂവാറ്റുപുഴയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഉറ്റ ബന്ധുവിനും ഇടുക്കി കൂട്ടാറിലെ പോക്സോ കേസിൽ 23-കാരനും 20 വർഷം കഠിന തടവാണ് ശിക്ഷ. ലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ വാളകം സ്വദേശിയായ യുവാവ് പിടിയിലായത്. ഇയാൾ കുട്ടിയെ വർഷങ്ങളോളം ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. ഭയം കാരണം ആദ്യം കുട്ടി ആരോടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല. പിന്നീട് സ്കൂളിലെ കൗൺസിലിംഗിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. അങ്ങനെ 2019 മൂവാറ്റുപുഴ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. പിന്നീട് മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിക്കെതിരെ പോലീസ് ഗുരുതര കണ്ടെത്തലുകൾ അടങ്ങിയ കുറ്റപത്രം മൂവാറ്റുപുഴ പോക്സോ സ്പെഷ്യൽ കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ കേസിൽ വിചാരണയും വിധിയും വരാൻ വർഷങ്ങളുടെ കാത്തിരിപ്പ്. ഒടുവിൽ 7 വർഷത്തിന് ശേഷമാണ് പ്രതി വാളകം സ്വദേശിയായ 40-കാരൻ കുറ്റക്കാരനെന്ന് വിധിച്ചത്. പോക്സോ വകുപ്പ് 6 പ്രകാരം ഓരോ കുറ്റത്തിനും 20 വർഷം വീതം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം അധിക കഠിന തടവും അനുഭവിക്കണമെന്നും മൂവാറ്റുപുഴ പോക്സോ കോടതിയുടെ ഉത്തരവിലുണ്ട്. ഇടുക്കി കൂട്ടാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. കൂട്ടാർ സ്വദേശിയായ 23-കാരൻ ആരോമലിനെതിരെയാണ് കട്ടപ്പന പോക്സോ കോടതിയുടെ നടപടി. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് അനുഭവിക്കണം. 2023 കേസിനാസ്പദമായ സംഭവം നടന്നത്. പെൺകുട്ടിയുടെ സുഹൃത്തായ പ്രതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായാണ് പരാതി. ന്യൂസ് 18 കോതമംഗലം, ഇടുക്കി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗർഭിണികളെ കേരളത്തിലെത്തിച്ച് നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്ന മാഫിയയ്ക്ക് പിന്നിൽ ആരാണ്? ഓൺലൈൻ വഴി മാത്രമാണോ ഇടപാടുകൾ? സംഭവത്തിൽ സംസ്ഥാനത്തൊട്ടാകെയുള്ള ഏജന്റുമാരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതിനിടെ കുഞ്ഞിനെ വിറ്റ സംഭവത്തിൽ കോട്ടയത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. 6 മാസം മുൻപ് കുഞ്ഞിനെ വിറ്റ സംഭവത്തിൽ തൊടുപുഴ കേന്ദ്രീകരിച്ചാണ് പുതിയ കേസിന്റെ അന്വേഷണം. കേവലം തീക്കോയിൽ മാത്രം കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പല്ല നവജാത ശിശു വിൽപ്പനയിൽ ഉണ്ടായതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് പുതിയ കേസ് അന്വേഷിക്കുക തൊടുപുഴയിൽ. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് തൊടുപുഴയിലേക്ക് കൈമാറുന്നത്. 6 മാസം മുൻപാണ് ഇവിടെ നവജാത ശിശുവിനെ വിറ്റതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രകാരമാണ് പുതിയ അന്വേഷണം. സംഭവത്തിൽ മറ്റിടങ്ങളിലും സമാന രീതിയിൽ ശിശുക്കടത്ത് നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്നാൽ പരാതിക്കാരില്ലാത്തത് അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട പ്രതികളിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും തുടർ നടപടി. പ്രതികളെ നാളെ കസ്റ്റഡിയിൽ കിട്ടുമെന്നാണ് പോലീസിന്റെ നിഗമനം. അങ്ങനെ വന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. ഇതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ തൊടുപുഴ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യും. ഈരാറ്റുപേട്ടയിലെ കേസിൽ പ്രതികൾ താമസിച്ചിരുന്ന വീട്ടിലുൾപ്പെടെ തെളിവെടുപ്പുണ്ടാകും. ആറ് മാസം മുൻപ് വരെ പ്രതികൾ ഈരാറ്റുപേട്ട നഗരത്തിലെ നടക്കലിലാണ് താമസിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തട്ടിപ്പിനായി താമസ സ്ഥലം മാറ്റുന്നതായിരുന്നു പ്രതികളുടെ രീതി. കേരളത്തിന് പുറത്തുൾപ്പെടെ സമാന തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭ്യമായ വിവരം. തട്ടിപ്പിന്റെ ആസൂത്രകരെയും ഇടനിലക്കാരെയും കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് 18 കോട്ടയം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.